സംഭവ ബഹുലമായിരുന്നു തൃക്കാക്കര നഗരസഭയുടെ കഴിഞ്ഞുപോയ 5 വർഷങ്ങൾ. വിവാദങ്ങൾ, തർക്കങ്ങൾ, അധികാരത്തിനായുള്ള പിടിവലി, വടംവലി, അങ്ങനെ നീളുന്നു തൃക്കാക്കരയിലെ പ്രശ്നങ്ങൾ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന നഗരസഭ പിടിക്കാൻ അരയും തലയും മുറുക്കി കളത്തിലുണ്ട് മുന്നണികൾ. ചരിത്രപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് തൃക്കാക്കര. മഹാബലിയും തിരുവോണവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു തൃക്കാക്കരയുടെ സാംസ്കാരികപരമായ ബന്ധം. ഇനി രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നഗരസഭയിലൊന്നായിരുന്നു തൃക്കാക്കര. അധികാര കൈമാറ്റ തർക്കം, പണക്കിഴി വിവാദം, അനധികൃത നിയമനം, ഇങ്ങനെ നീളുന്നു കാര്യങ്ങൾ. പുതിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇനി തൃക്കാക്കരയിൽ സംഭവിക്കാനിരിക്കുന്നത്? നമുക്ക് ഇവിടെയുള്ളവരോട് തന്നെ ചോദിക്കാം. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയാണ് തൃക്കാക്കര. പുതിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ? കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും ജനങ്ങളുടെ വിശ്വാസങ്ങൾ, അവരുടേതായ മതപരമായ വിശ്വാസങ്ങളെ അധികം ഹനിക്കുന്ന രീതിയിലുള്ള സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും യുവജനങ്ങളെ PSC വഴിയുള്ള നിയമനങ്ങളിൽ വഞ്ചിതരാക്കുകയും ആശാ വർക്കർമാരടക്കമുള്ള സാധാരണക്കാരായ ആളുകളെ ഈ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട പിണറായി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്ത് അവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി തൃക്കാക്കര നഗരസഭ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു നഗരസഭയായിരുന്നു. എങ്ങനെ പ്രതിരോധിക്കും ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? തൃക്കാക്കര നഗരസഭയിൽ ഉണ്ടായ വിവാദങ്ങളെല്ലാം പാഴ് വിവാദങ്ങളായിരുന്നു. ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള, നമുക്കറിയാം ഇടതുപക്ഷ സർക്കാർ പണ്ട് ചെയ്ത പോലെ തന്നെ ജനങ്ങളെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതെല്ലാം തെറ്റാണെന്ന് ജനങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും LDF നോക്കിക്കാണുന്നത്? കാരണം നിരവധി വിവാദങ്ങളും നിരവധി കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നിരുന്നതാണ് തൃക്കാക്കര നഗരസഭയിൽ. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും LDFന്റെ മുഖ്യ ആയുധം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ വളരെ ശുഭപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ UDF ഭരിച്ചിരുന്ന സമയത്ത് ഓരോ വർഷവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ അവതാരകൻ സൂചിപ്പിച്ച പോലെ പണക്കഴി വിവാദം മുതൽ ഭൂവിവാദം മുതൽ അവരെന്ത് തൊട്ടാലും വിവാദമാണ്. അപ്പോൾ നമ്മളിപ്പോൾ LDF എന്ന് എഴുതിയിട്ട് ഒരു കമ്പെടുത്ത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ചാൽ പോലും നമുക്ക് വോട്ട് വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. 100% ഇത് ഇടതുപക്ഷത്തിന്റെ ഭരണം തൃക്കാക്കര നഗരസഭയിൽ വരുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. കാരണം ജനങ്ങൾ അത്രക്ക് ക്ഷമ കെട്ട് നിൽക്കുക. ഈ BJPയുടെ ഇത്തവണത്തെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? BJPക്ക് കുറെ കൂടി മുന്നോട്ട് വരാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്താണ് BJPയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നോക്കിക്കാണുന്നു? BJP NDA എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനത്തിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. തൃക്കാക്കരയെക്കുറിച്ച് പറയുന്ന സമയത്ത് തൃക്കാക്കരയുടെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നു പോകുന്നത് ദേശീയ രാഷ്ട്രീയവും അതേപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ വരും. അതിനുപരിയായിട്ട് തൃക്കാക്കരയുടെ വികസന കാര്യങ്ങൾ, തൃക്കാക്കരയുടെ വികസനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് തൃക്കാക്കരയിൽ 2 മുന്നണി സംവിധാനങ്ങളാണ് സ്ഥിരമായിട്ട് മാറി മാറി വരുന്നത്. കുറച്ച് കാലഘട്ടങ്ങളായിട്ട് സ്വതന്ത്രരായിട്ട് ജയിച്ചു വരുന്നവർ നിയന്ത്രിക്കുന്ന രൂപത്തിൽ, ഭരണം നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. നാടിന്റെ വികസനത്തെക്കുറിച്ച്, ഇതിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സംവിധാനമില്ല. ആ ഇടത്തിൽ BJPക്ക് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന NDAക്ക് വളരെ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള പോക്കും ഒക്കെ അതിന് വളരെ ജനഹൃദയങ്ങളിലേക്ക് കയറിപ്പറ്റാൻ സാധിച്ചിട്ടുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും വിമത ഭീഷണി ഭയങ്കരമായിട്ടുണ്ട്. തൃക്കാക്കരയിലും അതിന് കുറവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ പ്രതിരോധിക്കും? അതിനുള്ള പ്രധാന കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും സാധാരണക്കാരായ പ്രവർത്തകരും ജനങ്ങൾക്കിടയിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അവരുടെ എന്ത് ആവശ്യത്തിനും ഓടിയെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ മത്സരിച്ചാൽ അവർക്ക് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതാണ് എന്റെ സത്യം. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം LDFൽ ഈ പറയുന്നത് പോലെ തന്നെ നിരവധി അവസരങ്ങൾ കിട്ടിയിരുന്നു. കഴിഞ്ഞ തവണ ഈ പറയുന്ന പോലെ ഭരണത്തെ മാറ്റിമറിക്കാനുള്ള നിരവധി അവസരങ്ങൾ കിട്ടി. പക്ഷെ അതൊന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇത്തവണ എന്താണ് LDFന്റെ ഒരു പ്രതീക്ഷ? അല്ല, കഴിഞ്ഞ തവണ ഇടതുപക്ഷം പ്രതിപക്ഷത്ത് ഇരിക്കണം എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ഒരു തീരുമാനം. ഞങ്ങൾ അതിന് ആ രീതിയിലുള്ള ഇത് കണ്ടുള്ളൂ. ഒരു അധികാരം നമ്മൾ വില കൊടുത്ത് മേടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. പല തവണയും BJPക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത നഗരസഭകളിൽ ഒന്നാണ് തൃക്കാക്കര. അങ്ങനെയാണെങ്കിൽ ഇത്തവണ എന്തായിരിക്കും പ്രധാനമായും BJP അല്ലെങ്കിൽ NDA മുന്നോട്ട് വയ്ക്കുന്നത്? ഈ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പ്രബലമായിട്ടുള്ള 2 മുന്നണി സംവിധാനങ്ങളായിരുന്നു ഇവര്.
ജനമനസ്സുകളെ കീഴടക്കിയ മുന്നണി തന്നെ, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ അത് അവരുടെ മുൻകാല ചരിത്രമാണ്. ഇന്നത് ചരിത്രമായി മാറിയിരിക്കുക. ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ ഈ പാർട്ടികൾ അകലപ്പെട്ട് കഴിഞ്ഞു. എന്തായിരിക്കും ഇനി തൃക്കാക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്ത് തോന്നുന്നു? സാധാരണക്കാരെന്നുള്ള നിലയിൽ ഈ തൃക്കാക്കരയിൽ നടക്കുന്ന ഭരണത്തിൻ്റെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും എല്ലാവരും അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നവരാണ്. ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് താഴെ ഒരു റോഡ് 2 മാസമായിട്ടുള്ളൂ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പം അത് റീടാറിങ്ങിന് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടുന്ന് കൊല്ലംകുടി മുകൾ ഭാഗത്തേക്ക് ഒരു BMPC റോഡ് പോയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ റോഡ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റാതെ കോൺട്രാക്ടർമാർക്ക് സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും കോൺട്രാക്ടർമാരുടെ അടുത്തും പൈസ വേണം. പ്രാദേശിക രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ ചിലവാകുന്നത്. അല്ലാതെ ദേശീയ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല, സംസ്ഥാനത്ത് എന്തൊക്കെ സംഭവിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാദേശിക രാഷ്ട്രീയം പറഞ്ഞിട്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുക, അത്രയും. ഏതായാലും എന്താണ് തൃക്കാക്കരയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ തൃക്കാക്കര നഗരസഭയിലെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് UDF ഉള്ളത്. എന്നാൽ അട്ടിമറി വിജയമാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മുന്നോട്ട് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA ഉള്ളത്. എന്തായാലും തൃക്കാക്കരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.